നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഒരു സൈഡ് ഡിഷാണ്. അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടം വെച്ചാണ്. പപ്പടം നമ്മൾ സാധാരണ കാച്ചിയൊക്കെ അല്ലേ കഴിക്കാറില്ല. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്നാലും നമുക്ക് ഇത് കാച്ചി ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആക്കി വെച്ചാലും ഉച്ചവരെ അതിൻ്റെ ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ക്രിസ്പിനെസ്സോ ഒന്നും മാറാതെ ഒരു ടൈറ്റായിട്ട് അടച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ പപ്പടം വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് പപ്പടമാണല്ലോ. പപ്പടം ഒരു ചെറിയ പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 8 ആയാലും കുഴപ്പമില്ല, 8 മുതൽ 10 വരെ. ചെറിയ പപ്പടമാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ കേരള പപ്പടം ഉണ്ടല്ലോ, അതാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വലുപ്പത്തിനൊന്നും അല്ലാതെ ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ മുറിച്ച് വെച്ച പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ അതേപോലെ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇനി കഷ്ണങ്ങളാക്കി വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മുറിച്ച് വെച്ച കംപ്ലീറ്റ് പപ്പടവും ഇപ്പം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടമൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളിയാണ്, കുഞ്ഞുള്ളിയാണ്. ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റാണ്. വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ. പക്ഷെ സവാളിനെക്കാട്ടും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചെറിയുള്ളിയാണ്. എന്നിട്ട് ഇതൊന്ന് ചതച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചതയ്ക്കുന്നത് നല്ലത്. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ചതഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വേണ്ട, ഈ ഒരു പരുവത്തിലാണ്. ഇനി ഇത് നമ്മൾ ബാക്കി വന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, കുറച്ച് മതി കേട്ടോ ഉപ്പ്, കാരണം പപ്പടത്തിൽ ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കണം. ഒരു കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ അത്രയും മതി. അപ്പോൾ മഞ്ഞളും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ കുറച്ച് സമയം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ വഴണ്ടി ഇതുപോലെ ആയി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കുകയാണ്. എരിവിന് വേണ്ടിയിട്ട് എന്താണെന്നറിയോ, നമ്മൾ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർക്കാം, കൂടുതൽ ചേർക്കണ്ട കേട്ടോ, നല്ല എരിവായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള വറ്റൽമുളക് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് നമ്മൾ മസാലയൊക്കെ റെഡിയായി വരുന്ന സമയത്ത് ഇനിയാണ് നമ്മൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള സാധനം. എന്താ, നമ്മൾ കാച്ചി വെച്ച പപ്പടം ഉണ്ടല്ലോ, പപ്പടം കഷ്ണാക്കി കാച്ചി വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ വേറെ ഒരു പണിയുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകരുത്, ഇതേപോലെ കിട്ടണമല്ലോ. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് ഒന്ന് ഇളക്കി മസാലയൊക്കെ പപ്പടത്തിലെല്ലായിടത്തും ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ ഇതേപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പപ്പടമൊക്കെ കാച്ചി എടുത്ത് വെക്കൂല, അതുപോലെ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, അതുപോലെ നിന്നോളും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടം കൊണ്ട് ഒരു അടിപൊളി ഇതിൻ്റെ തോരനോ അല്ലെ വറവ് എന്നൊക്കെ പറയാല്ലേ ശരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ, ഉച്ച വരെ. ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പപ്പടം ഇങ്ങനെ കാച്ചിയൊക്കെ അല്ലേ കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയതാണ്. ഒരു ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ട്, ഉച്ച വരെ നിൽക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.